ഇന്ന് ഞാനിവിടെ വാളംപുളി എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത്. എനിക്ക് കുറച്ച് പുളി ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഏതായാലും തോട് കളഞ്ഞ് കിട്ടി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിയും. ഇനി ഇതിൻ്റെ അരിയൊന്ന് എടുത്താൽ മതി. ഇതുപോലെ ഞാൻ അരിയെല്ലാം ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ സ്റ്റോർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു വർഷമൊക്കെ കേടുകൂടാതെ ഇരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ടെന്ന് കൂടി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. ഞാനിത് ഇതുപോലെ അരിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഞങ്ങൾക്കിവിടെ വളരെ കിട്ടും ഇതുപോലെ വാളംപുളി. മാർക്കറ്റിലും കിട്ടും ഇതുപോലെ. മാർക്കറ്റിൽ കിട്ടുന്നത് തോടോട് കൂടിയാണ് കിട്ടുന്നത്. അതെല്ലാം അതിൻ്റെ എല്ലാ അരിയൊന്ന് ഞാൻ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഉപ്പിട്ട് ഇനി ഇത് നമുക്ക് നല്ലോണം അടച്ചു വെക്കണം മൺകലത്തിലിട്ട്. ഞാൻ എല്ലാ വർഷവും മൺകലത്തിലിട്ടാണ് അടച്ചു വെക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പുളി എനിക്ക് കുറച്ചുകൂടി ബാക്കിയുണ്ട്, ഞാനത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്, യാതൊരു കേടും കൂടാതെ ഇപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ നല്ല സോഫ്റ്റായി വന്നു. അതുപോലെ ഇനി അതൊന്ന് മാറ്റിയതിന് ശേഷം പുതിയ പുളി ആ കലത്തിലേക്ക് തന്നെ ഇട്ട് വെക്കണം. അത് നല്ലോണം ഉപ്പിട്ടതിന് ശേഷം കെട്ടി വെച്ചാൽ മതി. അടുത്ത വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം, യാതൊരു കേടും ആവത്തില്ല. നിങ്ങളും ഇങ്ങനെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഞാൻ ആ കലവിലൊന്ന് കാലിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ പുതിയ പുളി, ഈ വർഷത്തെ പുളിയാണ്, അതത്ര സോഫ്റ്റ് അല്ല, ഭയങ്കര കട്ടിയാണ്. നമുക്ക് ഉരുട്ടാനോ ഒന്നും പറ്റത്തില്ല ഇത്. പക്ഷേ കുറേ ദിവസങ്ങൾ വെച്ച് കഴിയുമ്പം ഇതുപോലെ കളർ ചേഞ്ച് ആകും, നല്ല സോഫ്റ്റും ആകും, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളിതുപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് നോക്കുക പുളി കിട്ടുമ്പോൾ. ഇനി ഇത് ഞാൻ ആ കലത്തിലേക്ക് തന്നെയാണ് വെക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. അതേ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുത്തിട്ട് ലെയറായിട്ട് വെച്ചതിന് ശേഷം ഇനി ഇത് നല്ലോണം ഒന്ന് കെട്ടി വെക്കണം. കല്ലുപ്പുണ്ടെങ്കിൽ തീർച്ചയായും കല്ലുപ്പ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം അറിയിക്കുക.